അടുത്ത ദിവസം റിംജിം കൊക്കിന്റെ അടുത്തേക്ക് വന്നു. ചേട്ടാ, ഞാൻ വന്നു. ഇപ്പൊ എനിക്ക് നിങ്ങൾ പഠിപ്പിച്ചു തരൂ. നോക്കു റിംജിം, നീ ഇപ്പോൾ ഒരു കാര്യം ചെയ്തേ പറ്റൂ. ഞാൻ എന്ത് പണി ചെയ്യണം ചേട്ടാ, പറയൂ. നദിയുടെ അടുത്തായി ഒരു മാവ് നിൽപ്പില്ലേ? നദിക്ക് മുകളിലായി അതിന്റെ ഒരു ശിഖരം നിൽപ്പുണ്ട്. അതിൽ ഒരു മാമ്പഴവും നിൽപ്പുണ്ട്. അത് കാലുകൊണ്ട് പൊക്കി നീ എന്റെ അടുത്തേക്ക് കൊണ്ടുവരണം. ഇതെനിക്ക് വളരെ എളുപ്പമായ പണി. ഞാൻ ഇപ്പൊ തന്നെ ചെയ്യാം. അങ്ങനെ പറഞ്ഞ റിംജിം ആ സ്ഥലത്തേക്ക് പോയി. ആ നദിക്കടുത്ത് ചെന്ന്, ആഹാ, ഈ മരമാണോ? ആ മരം. ഇല്ല ഇല്ല, ഈ മരം. അയ്യോ, ഏത് മരം ഇത്? ഇതോ ഈ മരം. ഞാൻ ശരിയായ മരത്തിനടുത്താണ് വന്നത്. ഇപ്പൊ ഈ മാമ്പഴം പിടിച്ചു കൊണ്ടുപോകണം, അത്ര തന്നെ. അങ്ങനെ പറഞ്ഞ് ആ മാമ്പഴം അതിന്റെ കാലുകൊണ്ട് പിടിച്ചു. അപ്പൊ ആ മാമ്പഴത്തിന്റെ കാല് ഒട്ടി. ആ മാമ്പഴത്തിന്റെ വെയിറ്റ് കൂടുതലായതുകൊണ്ട് അത് വെള്ളത്തിലേക്ക് അങ്ങനെ വീഴാൻ പോയി. അതോടൊപ്പം ഇപ്പൊ റിംജിമും വെള്ളത്തിനകത്തേക്ക് പോയി. അവൾ വെള്ളത്തിന്റെ ആഴത്തിലേക്ക് തന്നെ ചെന്നു. അത് വെള്ളത്തിനുള്ളിൽ പോയി തന്റെ ശ്വാസം പിടിച്ചു വെച്ച് ഒരുപാട് കഷ്ടപ്പെട്ട് ചിറക് ആട്ടിയാട്ടി ഒരുപാട് കഷ്ടപ്പെട്ട് കുറച്ചു സമയത്തിൽ മുകളിൽ വന്നു. അതങ്ങനെ മുകളിൽ വന്നതും കൊക്ക് അതിന്റെ കാലുകൊണ്ട് പിടിച്ചതിനെ പുറത്തേക്ക് കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് കാലും അത് മാമ്പഴവും വേർതിരിച്ചെടുത്തു.